നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിനെ ഞെട്ടിച്ച പട്ടാപ്പകൽ നടന്ന അരുംകൊലയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുറ്റിയാട്ടൂർ ഉരവുചാലിൽ ഭർത്തൃമതിയായ യുവതിയെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരുവളത്ത് പറമ്പ് വട്ടേരി ഹൌസിൽ ജിജേഷ് കുറ്റിയാട്ടൂരിലെ ഉരുവച്ചാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജീഷിന്റെ ഭാര്യ പ്രവീണയുമായി നേരത്തെ പരിചയവും സൗഹൃദവും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒരേ കാലയളവിൽ സ്കൂളിൽ പഠിച്ച പെരുവളത്ത് പറമ്പ് സ്വദേശികളാണ് ഇവർ രണ്ടുപേരും. സോഷ്യൽ മീഡിയയിലൂടെയാണ് വീണ്ടും പരിചയം പുതുക്കുന്നത്. ഏറെക്കാലമായി ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ് പ്രവീണയുടെ ഭർത്താവ് അജീഷ്. ഇവർക്ക് ഒരു മകളുമുണ്ട്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പ്രവീണയുമായി. ഇക്കാര്യങ്ങളിൽ ജിജീഷും സഹകരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും തമ്മിൽ അടുത്ത പരിചയം പുലർത്തിയിരുന്നു എന്നാണ് കേസ് അന്വേഷണം നടത്തുന്ന പോലീസ് പറയുന്നത്. ഇരുവരുടെയും ഫോൺ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇരിക്കൂർ മേഖലയിലെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ജിജീഷ്. താനുമായുള്ള സൗഹൃദത്തിൽ നിന്ന് പ്രവീണ ഒഴിഞ്ഞു മാറിയതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തതും നമ്പർ ബ്ലോക്ക് ചെയ്തതും വൈരാഗ്യത്തിനിടയാക്കി. പ്രവീണയെ അപായപ്പെടുത്താൻ ഇരിക്കൂറിലെ പെട്രോൾ പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോളുമായാണ് ഇയാൾ പ്രവീണയുടെ ഭർതൃകുടുംബം താമസിക്കുന്ന വീട്ടിൽ കൊലപാതകം നടത്താനായി എത്തിയത്. ആസൂത്രിതമായി പ്രവീണയെ കൊന്ന സ്വയം മരിക്കുകയായിരുന്നു ലക്ഷ്യം. 50% പൊള്ളലേറ്റ ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രവീണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് സംസ്കാര ചടങ്ങുകൾക്കായി വിട്ടുകൊടുക്കും. ജിജീഷിനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം. പെട്രോൾ കുപ്പിയുമായി വീട്ടിലേക്ക് കയറി വന്ന ജിജേഷ് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുകയും ഈ സമയം അടുക്കളയിലേക്ക് പോയ പ്രവീണയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പ്രവീണയുടെ നിലവിളി കേട്ടാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്ന ഭർത്തൃപിതാവും സഹോദരിയുടെ മകളും ഓടിയെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജിജീഷിനെ പിടികൂടുകയായിരുന്നു. ജിജീഷിനെയും ഇരിക്കുകയായിരുന്ന പ്രവീണയും പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രത പരിചരണ വിഭാഗത്തിലേക്കാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇന്ന് പുലർച്ചെ പ്രവീണ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കൊലപാതകം അറിഞ്ഞ 100 കണക്കിന് ആളുകളാണ് പ്രവീണയും ഭർതൃകുടുംബവും താമസിച്ച വാടക വീട്ടിലേക്ക് എത്തുന്നത്. കനത്ത പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നിരന്തരം ഇത്തരമുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമത വേണം ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ വഴി പ്രണയത്തിലാവുകയും പിന്നീട് മൊബൈലിൽ വിളിച്ചാൽ കിട്ടാതെ വരുന്ന സാഹചര്യവും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അതായത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ വഴി അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വഴി അടുപ്പത്തിലാവുകയും പിന്നീട് അതിനെ ചൊല്ലി തർക്കത്തിലാവുകയും പിന്നീട് കൊലപാതകം നടത്തുകയും ഒക്കെ ചെയ്തത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മ വഴി അടുപ്പത്തിലാവുകയും എന്നാൽ പിന്നീട് അവരുടെ ബന്ധത്തിൽ എതിർത്ത് നിന്ന ഭർത്താവിനെ കൊല ചെയ്യുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അത്തരം വാർത്തകൾ കേട്ടതാണ്. ഇപ്പോൾ ഇതാ നിരന്തരം ഈ ഒരു സംഭവം ഇങ്ങനെ നിരന്തരമായി മാറുന്നു. ആ മകൾ അനാഥയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗൾഫിൽ കിടന്ന ഭർത്താവ് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഇതൊക്കെയാണല്ലേ പരിപാടി എന്ന തരത്തിൽ പോലുമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ.